നമ്മളെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനൽ മത്സരം ഈ അടുത്തൊന്നുമില്ല എന്നുള്ള വിവരങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. ഈ അടുത്തൊന്നുമില്ല എന്ന് മീൻസ് 2026 എന്നുള്ള ന്യൂസുകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഫൈനലിസ്റ്റ് നമുക്ക് യോഗ്യത നേടിയിട്ടുള്ളത് ഇപ്പോൾ അർജൻറ്റീനയും അതുപോലെ സ്പെയിനുമാണ്. യൂറോ കപ്പ് ചാമ്പ്യന്മാർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചെങ്ങാണ്ട് യൂറോ കപ്പ് നേടിയ സ്പെയിനും അതുപോലെ കൊളംബിയനെ തോൽപ്പിച്ച് കോപ്പ അമേരിക്ക നേടിയ അർജൻറ്റീനയും തമ്മിലാണ് മത്സരം. നല്ലൊരു മത്സരം. നമ്മളിപ്പോൾ ഒരുപാട് ഫുട്ബോൾ ഫാൻസ് കാത്തിരിക്കുന്ന ഒരു മത്സരമാണല്ലേ. കാരണം യൂറോ കപ്പിൽ മത്സരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സ്പെയിനിൻ്റെ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ കപ്പിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണം. നമ്മൾ ഓരോ ടീമും സ്പെയിൻ ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഓരോ ടീമും ബെറ്ററായിട്ടുള്ള ടൂർണമെൻറ്റാണ് യൂറോ കപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഫുട്ബോൾ ടൂർണമെൻറ്റിലൊരു ടൂർണമെൻറ്റാണ് യൂറോ കപ്പ്. നാഷണൽ ലെവലെടുക്കുമ്പോൾ അല്ലേ, ആ ഒരു ടൂർണമെൻറ്റിലെ ചാമ്പ്യന്മാരാണ് അല്ലെങ്കിൽ ആ ഒരു ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരാകുക എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമല്ല. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങളുടെ ഒരു വരവ്, ആ ഒരു യുവതാരങ്ങളെ ഫുൾ സെറ്റാക്കിയിട്ടുള്ളൊരു ലൈനപ്പുമായിട്ടാണ് അവർ യൂറോ കപ്പിൽ വന്നത്. മിക്കവാറൊക്കെ യുവതാരങ്ങളാണ്. നമ്മളെ യമലിനെ പോലുള്ള താരങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഉയർന്ന് നല്ല രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെച്ചു കഴിഞ്ഞ യൂറോ കപ്പിൽ. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് അവർക്ക് ആ ഒരു കപ്പ് സിമ്പിളായിട്ട് നേടാൻ പറ്റിയതും അല്ലേ. ഇപ്പുറത്ത് അർജൻറ്റീനയുടെ കാര്യം എടുത്താൽ ലോകത്ത് നിലവിൽ രാജ്യാന്തര ഫുട്ബോൾ ടീമുകളിൽ അർജൻറ്റീനനെ വെല്ലാനിപ്പോൾ നിലവിൽ ഫുട്ബോൾ ടീമില്ല എന്ന് പറയേണ്ടി വരും. കാരണം വേൾഡ് കപ്പിലാണെന്നുണ്ടെങ്കിലും അവർ ചാമ്പ്യന്മാരാണ്, കോപ്പ അമേരിക്കയിലും അവർ ചാമ്പ്യന്മാരാണ്, ലാസ്റ്റ് നടന്ന ഫൈനലിസമയിലും അവർ ചാമ്പ്യന്മാരാണ്, അതിൻ്റെ മുന്നത്തെ കോപ്പ അമേരിക്കയിലും ഒരു ചാമ്പ്യന്മാരാണ്. അർജൻറ്റീനക്ക് കപ്പില്ല, അർജൻറ്റീന കപ്പെടുക്കണില്ല, അർജൻറ്റീനയുടെ കളിക്കാരും മൊത്തം ക്ലബിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അങ്ങനെയുള്ള പല വിവാദങ്ങളും പല കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അർജൻറ്റീന ഫാൻസും അതുപോലെ ലയണൽ മെസ്സിയും അതുപോലെ അർജൻറ്റീനയുടെ ഓരോ താരങ്ങളും അനുഭവിച്ച് അവസാനം അവർക്ക് കിട്ടിയപ്പോൾ 3-4 കപ്പ് അടുപ്പിച്ചാണ് കിട്ടി. അതിലിപ്പോൾ ഇനി ഒന്നും പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ അർജൻറ്റീനൻ്റെ അത്ര കപ്പ് ആർക്കെങ്കിലും ഉണ്ടോ എന്നില്ല ചോദിക്കേണ്ടി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ. മിക്കവാറും ഈ ഒരു സ്പെയിന് അർജൻറ്റീന ഫൈനൽ മത്സരം നല്ലൊരു വാശിയും വൈരാഗ്യമുള്ളൊരു മത്സരം തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാത്ത 2 ടീമാണ്. നമുക്കൊന്നും പ്രവചിക്കാൻ പോലും കഴിയാത്ത ടീമാണ് അർജൻറ്റീന നിലവിലിപ്പോൾ. സ്പെയിനിൻ്റെ കാര്യം പിന്നെ പറയണ്ട. യൂറോപ്പിലെ അത്രയും കെട്ടുറപ്പുള്ള ഫ്രാൻസ് ഉൾപ്പെടെ ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള അത്രയും വലിയ ടീമുകളൊക്കെ തോൽപ്പിച്ച് കാണാനും കപ്പ് സിമ്പിളായിട്ട് എടുത്തു എന്നേ ഞാൻ പറയുള്ളൂ സ്പെയിന്. കാരണം സിമ്പിളായിട്ടാണ് പല ഗെയിമുകളും അവർ കളിക്കൽ, അവർ ശൈലി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 2 ടീമുകളും കൊമ്പ് കോർക്കുമ്പോൾ നല്ലൊരു മത്സരം നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അതിന് ആ ഒരു മത്സരം കാണാൻ 2026 വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരുന്നതാണ് ഇപ്പോൾ നിലവിലെ ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. ഏതാണ്ട് നമ്മളെ ലയണൽ മെസ്സിക്ക് കപ്പില്ല, ക്ലബ്ബ് ശശിയാണ്, അങ്ങനെയുള്ള ഒരുപാട് പരാമർശങ്ങൾ പല കോണുകളിൽ നിന്നും ഫുട്ബോൾ താരങ്ങളുടെ നാവിൽ നിന്ന് വരെ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടും ഒരുപാട് ലോകത്തുള്ള പല ഭാഗത്തു നിന്നുള്ള ഫാൻസിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഇതുപോലുള്ള ക്ലബ്ബ് ശശി അങ്ങനെയുള്ള ഒരുപാട് ട്രോളുകളും കളിയാക്കലുകളൊക്കെ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ കേട്ടപ്പോൾ അല്ലെങ്കിൽ മെസ്സി കേട്ടപ്പോൾ ലോകത്തുള്ള വാലണ്ടിയർ ഉൾപ്പെടെയുള്ള ഒരുപാട് നേട്ടങ്ങൾ മെസ്സി സ്വന്തമാക്കി ഒരു രാജ്യാന്തര ട്രോഫി മാത്രം അകന്ന് നിന്നപ്പോൾ ബ്രസീലിനെ തോൽപ്പിച്ചെങ്ങാണ്ട് തന്നെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടീമുകളിൽ ഒരു ടീമായ ബ്രസീലിനെ തന്നെ ഫൈനലിൽ തോൽപ്പിച്ചെങ്ങാണ്ട് ഒരു ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രോഫി സ്വന്തമാക്കി കോപ്പ അമേരിക്ക. അതിനുശേഷം നടന്ന ഫൈനൽ സെമി ഒരു സ്വന്തമാക്കി. അതിനുശേഷം നടന്ന വേൾഡ് കപ്പ് പറയണ്ട. ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേൾഡ് കപ്പാണ് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ഫാൻസും. കാരണം പ്രത്യേകമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ പല വേൾഡ് കപ്പ് ടൂർണമെൻറ്റിനെക്കാട്ടിലും വ്യത്യസ്തമായ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ആവേശം തോന്നിച്ച പല മുഹൂർത്തങ്ങളും ഖത്തർ വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമുക്കിപ്പോൾ ഈ അർജൻറ്റീനയുടെ കാര്യം മാത്രമല്ല, പല സന്ദർഭങ്ങളും ഖത്തർ വേൾഡ് കപ്പിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടു. നമ്മളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേൾഡ് കപ്പായിട്ട് മാറി ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ്. ആ ഒരു വേൾഡ് കപ്പിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം, അർജൻറ്റീനക്ക് കപ്പ് നേടാൻ കഴിഞ്ഞത് മറ്റൊരു മുഹൂർത്തം. അങ്ങനെ അർജൻറ്റീനക്ക് കപ്പില്ല, മെസ്സിക്ക് കപ്പില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം ഇപ്പോൾ അർജൻറ്റീനൻ്റെ അത്ര കപ്പ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട് അവസ്ഥയെത്തി. ലോക ചാമ്പ്യന്മാരായി, കോപ്പ അമേരിക്ക എടുത്തു, ഫൈനലിസം എടുത്താണെങ്കിലും അന്നത്തെ യൂറോ ചാമ്പ്യന്മാർ അത്രയും ശക്തമായിട്ടുള്ള ടീമായിരുന്നു ഇറ്റലിനെ തോൽപ്പിച്ചിട്ടാണ് അന്ന് കപ്പെടുത്തത്. അതൊന്നും ചില്ലറ കാര്യമല്ല.
അപ്പോൾ ഏതായാലും നല്ലൊരു ടൂർണമെൻറ്റ് ഫൈനലിസം ഇനിയിപ്പോൾ ഒരു കുറച്ച് കാത്തുനിന്നാലും 2026 നമുക്ക് കാണാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അല്ലേ. സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ കോർക്കുമ്പോൾ ഒന്ന് ബെറ്ററായിട്ടുള്ളൊരു മത്സരമാക്കുക എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. ലയണൽ മെസ്സിയൊക്കെ അത്രയും കാലത്തോളം ടീമിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം എന്തായാലും ഉണ്ടാവും എന്ന് കരുതാം. ഡിമാരിയ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും ഇതിൻ്റെ അവസാനത്തെ ടൂർണമെൻറ്റാണ്, ഇനി എന്ത് വന്നാലും കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇപ്പോൾ മെസ്സി ആണെങ്കിലും ഡിമാരിയ ആണെന്നുണ്ടെങ്കിലും ഒരു അവസരത്തിൽ അവർക്ക് ടീമിൽ നിന്ന് വിരമിക്കണ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്നൊക്കെ അവർക്ക് വിരമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവസ്ഥ എന്താണ്, ഈ ഒരു നേട്ടങ്ങൾക്കൊക്കെ ഒപ്പം ഒരു കൂടാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു. ഭയങ്കര തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അന്നത്തെ ആ ഒരു വിരമിക്കൽ. ഏതൊരു വേൾഡ് കപ്പ് തോൽവിക്ക് പിന്നാലെ തോന്നുന്ന വിരമിക്കൽ പ്രഖ്യാപനം നിരത്തി അർജൻറ്റീന താരങ്ങൾ ഓരോ താരങ്ങളും ഒക്കെ വിരമിക്കുകയാണ് മത്സരം കഴിഞ്ഞ ശേഷം. അഗ്യാറോ, മെസ്സി അങ്ങനെ ഒരുപാട് താരങ്ങൾ വിരമിക്കാൻ ഒരുമിച്ചാണ് വന്നത്. പിന്നീട് തിരിച്ചു വന്നതാണ് മെസ്സിയൊക്കെ. അന്നൊക്കെ വിരമിക്കാത്തത് തിരിച്ചു വന്നത് അവരുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനമായിട്ട്. അപ്പോൾ ഏതായാലും സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം യമലൊക്കെ മിന്നണ താരമാണ്. ഫുട്ബോൾ ലോകത്തേക്ക് അടുത്ത യുഗത്തിലേക്ക് പിറവെടുത്ത താരമാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിഞ്ഞ യൂറോപ്പിൽ അദ്ദേഹം അടിച്ച ആ ഇടവങ്കാല് ഗോളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗോളായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നല്ലൊരു ഭാവിയുള്ള ടീമാണ് നിലവിൽ സ്പെയിൻ. നല്ലൊരു കളിക്കാരാണ് ഒരു വാർത്തെടുക്കണം, അങ്ങ് നമ്മൾ ശ്രദ്ധിക്കണം. അർജൻറ്റീനയിലുള്ള പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോക്കെ നിലവിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ഓരോ പൊസിഷനിലുള്ളത്. അവർക്കും ഒരു നല്ലൊരു ടീമിനെ ഭാവിക്കുള്ള ഒരു നല്ല ടീമിനെ സെറ്റാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ താരങ്ങളാണുള്ളത്. ഓരോ പൊസിഷനിലും ഓരോ ആൾറെഡി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ടൂർണമെൻറ്റ് ഫൈനലിസമിൽ നമുക്ക് കുറച്ച് കാത്തിരുന്നിട്ടാണെങ്കിൽ നല്ലൊരു മത്സരം കാത്തിരിക്കാം അല്ലേ.